Hello. Welcome to Market Discussion of the Day. Today, August 10, 2026, Monday ആണ്, പുതിയൊരു വീക്കാണ്. സോ ഇന്ന് നമ്മളുടെ പുതിയ മീറ്റിംഗ് അല്ലെങ്കിൽ നമ്മളുടെ പുതിയ ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇരുന്നത്. പക്ഷേ നമുക്കിന്ന് അൺഫോർച്ചുനേറ്റ്ലി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം നമ്മുടെ ആൽഗോയുടെ കുറേ തിരക്കുകളിലായിട്ട് നമുക്ക് ഈ ആഴ്ച നമ്മൾ പോസ്റ്റ്പോൺ ചെയ്ത് മിക്കവാറും ഓണം കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും നമ്മളുടെ ആൽഗോയുടെ നമ്മളുടെ പുതിയ ബാച്ചസ് ഇനി നടക്കുന്നുള്ളൂ. ഓക്കെ, സോ എനിവേയ്സ് നിങ്ങൾ എന്തായാലും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, 7 ദിവസത്തെ ക്ലാസ് ആയിരിക്കും. ഫോറക്സ് ട്രേഡിംഗ് ബേസിക്സ് ആണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെസ്സേജ് അയക്കാം. ഞാൻ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ആക്ച്വലി നമ്മുടെ ആൽഗോയുടെ വർക്കിംഗ് കാരണമാണ് നമ്മൾ ക്ലാസ് മാറ്റി വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ ആൽഗോയുടെ റിസൾട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കഴിഞ്ഞ ആഴ്ചയാണ് നമ്മളിത് ഓൾറെഡി നമ്മുടെ അക്കൗണ്ടിൽ ഇത് റണ്ണിങ് ആണ്. നമ്മുടെ രണ്ട് ക്ലയൻസിൻ്റെ അക്കൗണ്ടാണിത്. ഓക്കെ, സോ ഇത് ബേസിക്കലി 1500 എത്രയാണ് $1800 ഡെപ്പോസിറ്റ് ചെയ്ത ഒരു ക്ലയൻറ്റിൻ്റെ കഴിഞ്ഞ ഒരാഴ്ചത്തെ പ്രോഫിറ്റാണ്. വളരെ ചെറിയ ലോട്ട് സൈസ്, വെറും 0.03 ലോട്ടിൽ ഓൾമോസ്റ്റ് $532 ഒരാഴ്ച കൊണ്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ, സോ അപ്പോൾ പല ആൾക്കാരുടെയും ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് അതിനകത്ത് $1800 ഇല്ലേ അതുകൊണ്ടിട്ടാണെന്ന്. ഓക്കെ, അതിനകത്തൊന്നും കാര്യമില്ല. ഇവിടെ $450 $500 ഡെപ്പോസിറ്റ് ചെയ്ത ഒരാളുടെ പ്രോഫിറ്റ് വന്നിട്ട് ഓൾമോസ്റ്റ് നമുക്ക് $175 പ്രോഫിറ്റാണ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ, ഒരാഴ്ച കൊണ്ട്. ഓക്കെ, സോ ഇതിനകത്ത് ബേസിക്കലി മിനിമം ഡെപ്പോസിറ്റ് $500 വേണം എന്നുള്ളത് മാത്രമാണ് നമ്മൾ പറയുന്നത്. സോ $500 ഉള്ളവർക്കും ഏറ്റവും ഫോറക്സിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ ലോട്ടായിട്ടുള്ള 0.05 ലോട്ട് നമുക്ക് എടുത്ത് ട്രേഡ് ചെയ്യാം വിത്തൗട്ട് റിസ്ക് ഇല്ലെന്നല്ല. റിസ്ക് ഡെഫിനറ്റ്ലി ട്രേഡിംഗ് എല്ലാം റിസ്ക് ആണ് അല്ലേ. സോ ബേസിക്കലി വളരെ റിസ്ക് കുറച്ചിട്ട് ആണ് നമ്മൾ ഈ ട്രേഡ് എടുക്കുന്നത്. അതിനകത്ത് നിന്ന് മാക്സിമം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് $500 ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാൾ എല്ലാ ആഴ്ചയിലും $150-170 പ്രോഫിറ്റ് ഉണ്ടാക്കും എന്നുള്ളതല്ല. ഡെഫിനറ്റ്ലി ലോസുകളുണ്ടാവും. ഓക്കെ, പക്ഷേ ഓവറോൾ നമുക്കൊരു മന്ത്ലി ബേസിലൊക്കെ നോക്കുമ്പോൾ പ്രോഫിറ്റ് ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് കഴിഞ്ഞ ആഴ്ച നമുക്ക് എന്തുണ്ടായിരുന്നു, നമ്മുടെ നോൺ ഫാം പേറോളിൻ്റെ ന്യൂസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച നോൺ ഫാം പേറോൾ നമുക്ക് $US നെഗറ്റീവായിട്ടാണ് ബാധിച്ചിട്ടുള്ളത്. കാരണം ഓൾമോസ്റ്റ് 23,000 ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 85,000 പേർക്ക് ജോലി കിട്ടും എന്നുള്ള സ്ഥലത്ത് വെറും 23,000 പേർക്ക് ജോലി നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഡേറ്റയാണ് ആക്ച്വലി മാർക്കറ്റിൽ വന്നത്. ഓക്കെ, സോ അത് വളരെ നമ്മുടെ $US വളരെ മോശമായിട്ടുള്ള ഒരു ഡേറ്റയാണത്. ഓക്കെ, സോ ബേസിക്കലി ഇത് എങ്ങനെ ഇതിനെ അഫക്റ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡിൻ്റെ കൗണ്ടർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഓൾമോസ്റ്റ് $100 മുകളിലുള്ള മൂവ്മെൻറ്റ് ഒറ്റ ദിവസത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു 7 വീക്ക് ഹൈ ആണ് നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ടിട്ടുണ്ടായത്. ഓക്കെ, ഓൾമോസ്റ്റ് 4,372 വരെ മാർക്കറ്റ് പോവുകയുണ്ടായി. സോ ഇത് എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ US ഡോളറിൻ്റെ സ്ട്രെങ്ത് കുറയുകയും ഓക്കെ ഗോൾഡിൻ്റെ സ്ട്രെങ്ത് കൂടുകയും ചെയ്തു. സോ ഇത് നമ്മളുടെ ഇൻട്രസ്റ്റ് റേറ്റിനെ ഇങ്ങനെ ജോബ് ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ ഡെഫിനറ്റ്ലി എന്ത് സംഭവിക്കും, ഫെഡ് ഫോഴ്സ്ഫുള്ളി അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കേണ്ടി വരും എന്നുള്ളൊരു പോസിബിലിറ്റി വരുന്നുണ്ട് അവിടെ. ഓക്കെ, സോ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. സോ ഇങ്ങനെ ന്യൂസ് വന്നു. സോ അടുത്ത ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിന് അന്ന് ഡെഫിനറ്റ്ലി എന്ത് സംഭവിക്കാം, ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ബിക്കോസ് അവർക്ക് ഇതൊരു റീസണാണ്. കാരണം മാർക്കറ്റ് സ്റ്റേബിൾ ആവണ്ടേ. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജോലിയും കൂടി ഇല്ലാതായി കഴിഞ്ഞാൽ ആൾക്കാർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ അതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. സോ അങ്ങനെ നമ്മൾ ഇത് കിഴിച്ച് വായിക്കണം എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിലൂടെ ഗോൾഡ് ഗോൾഡിനൊരു അപ് ട്രെൻഡിലോട്ട് ഗോൾഡ് മാറുകയും ചെയ്തു അല്ലേ. സോ എനിവേയ്സ് നമ്മളുടെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലുള്ള ന്യൂസ് തന്നെയാണ്, പൊളിറ്റിക്കൽ ടെൻഷൻ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അവിടെ ഒരു ഡീല് വരുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നോക്കി കാണണം. ഓക്കെ, ഒമാനുമായിട്ട് ഒരു ചർച്ച, ഒമാനും ഇറാനും US തമ്മിലുള്ള ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. സോ അതെല്ലാം നമ്മൾ നോക്കി കാണേണ്ട കാര്യങ്ങളാണ്. സോ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. സോ നമുക്ക് നേരെ ടെക്നിക്കൽ സൈഡിലോട്ട് പോകാം. ടെക്നിക്കൽ സൈഡിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് USD JPY 158.466
ഓക്കെ. സോ ബേസിക്കലി നമുക്ക് 150, ഞാൻ നേരത്തെ പറഞ്ഞിട്ട് 156 അടുത്ത് കിട്ടിക്കഴിഞ്ഞാലുള്ളൊരു ബൈയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായത്. സോ ഇപ്പോൾ 158.455 നിൽക്കുന്നു. നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് 158 റേഞ്ചിലോട്ടൊക്കെ നമുക്ക് മാർക്കറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് പോകുന്നത് കൊണ്ട് തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, ബിക്കോസ് നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മാർക്കറ്റ് വിൽ ബി ട്രാവലിംഗ് ടുവേർഡ്സ് 162, 162 ഉള്ള മൂവ്മെൻറ്റാണ്. ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി വെയിറ്റ് ചെയ്തിട്ട് 162, 163 വീണ്ടും എത്തുമ്പോൾ അവിടുന്ന് ഒരു സെൽ ഓപ്പർച്യൂണിറ്റിയാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ യു ക്യാൻ ഇഫ് മാർക്കറ്റ് ക്ലോസസ് ടുഡേ എബവ് 158 ആൻഡ് ടുമോറോ 7:30 രാവിലെ 7:30 മണിക്ക് 158 മുകളിലാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ബി ഇൻ ദ ബൈ സൈഡ് അറ്റ് 158, റൈറ്റ്. ആൻഡ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 157.40 താഴെ സ്റ്റോപ്പ് ലോസും നമ്മൾ വെച്ചിട്ട് വേണം ഈ ഒരു ട്രേഡ് ട്രിഗർ ചെയ്ത് പോകാനായിട്ട്. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ GBP USD വരാം. GBP USD 1.34960 നിൽക്കും. നല്ല രീതിയിൽ 1.3500 അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് ഒരു എന്താ പറയുക റെസിസ്റ്റൻസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് 2 ഓപ്പർച്യൂണിറ്റിയാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ബ്രേക്കൗട്ട് ഓപ്പർച്യൂണിറ്റി 1.3500 മുകളിലായിട്ട് മാർക്കറ്റ് ബ്രേക്കൗട്ട് ചെയ്താൽ അവിടെ നിന്നുള്ളൊരു ബൈ ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് ഫസ്റ്റ് പറയാനായിട്ടുള്ളത്. ഓക്കെ, അല്ല നേരെ മറിച്ച് നമുക്ക് റീട്രേസ് ചെയ്ത് കിട്ടിയാൽ സപ്പോസ് 1.3440 അവിടെ കിട്ടിയാൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. നമ്മുടെ GBP USD ബൈ മാത്രമേ ഉള്ളൂ, സെല്ലില്ലാത്തൊരു സാധനമാണ്. ഓക്കെ, യൂറോ USD വരാം. 1.1560 നിൽക്കുന്നു. 1.1500 അവിടെ വീണ്ടും കിട്ടുകയാണെങ്കിൽ ബൈ ചെയ്ത് മുന്നോട്ട് പോവുക. 1.1500 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.1440 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ടൈറ്റായിട്ട് വെക്കുക. ഓക്കെ, ഗോൾഡ് അപ് ട്രെൻഡാണ്. 4354 നിൽക്കുന്നു. 4330 അവിടെ 30-35 റേഞ്ചിൽ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 4330 അവിടെ ബൈ ചെയ്യുന്ന ആൾക്കാർ 4310 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് വെച്ച് പോവുക. ടേക്ക് പ്രോഫിറ്റ് നമുക്ക് 4380 വരെയൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഗോൾഡിൽ പറഞ്ഞു തരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ കയ്യിലില്ല. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രേഡിങ്ങിനകത്ത് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ് എങ്കിൽ നമ്മളുടെ അൽഗോ ഉണ്ട്, ഓട്ടോമാറ്റിക്കലി ട്രേഡ് ചെയ്തോളും. അതിനകത്തൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഡെഫിനറ്റ്ലി മാനുവൽ ട്രേഡിങ്ങിനകത്ത് നിങ്ങൾക്ക് എന്താ പറയുക താല്പര്യമുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ബിഗിനർ ആണെങ്കിൽ ഉറപ്പായിട്ട് പഠിപ്പിച്ച് തന്നതിന് ശേഷം ഞങ്ങളുടെ സിഗ്നൽ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യാം. നമ്മളുടെ ഡെയിലി ബേസിൽ മാർക്കറ്റ് അപ്ഡേറ്റ്സ് കണ്ട് നിങ്ങൾക്ക് ട്രേഡ് എടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ, അതേപോലെ നിങ്ങൾ ഏതെങ്കിലും ബ്രോക്കേഴ്സ് നോക്കുന്ന ആൾക്കാരാണെങ്കിലും ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുക. ജെന്യുവൻ ആയിട്ടുള്ള നല്ല ബ്രോക്കേഴ്സ് നമ്മൾ സജസ്റ്റ് ചെയ്യുകയും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷൻ നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.